നമ്മുടെ ഈ മണിച്ചിത്രത്താഴ് സിനിമ കാണാത്തവർ ആരും തന്നെ ഉണ്ടാകത്തില്ല അല്ലേ. ഈയിടെയാണെങ്കിൽ അത് പിന്നെ ഒന്ന് റിലീസും ചെയ്തു. ആ സിനിമയെ പറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിനിമയെ പറ്റിയൊക്കെ സംസാരിക്കുമ്പം ഇപ്പം ഞാൻ സൈക്കാട്രിസ്റ്റ് ആണെന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ആളുകൾ ആദ്യമേ ചോദിക്കുന്ന ഒരു കാര്യം ഇതാണ്: ശരിക്കും അതിൻ്റെ അകത്ത് നമ്മുടെ ശോഭനയ്ക്കുള്ളൊരു ഡിസോർഡർ അത് ശരിക്കും ഉള്ളതാണോ? നമുക്ക് ആ സിനിമയിലെ ശോഭനയുടെ അവസ്ഥ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. ബേസിക്കലി അതിൻ്റെ അകത്ത് ശോഭന ഗംഗ എന്നുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശോഭന പോലും അറിയാതെ, ശോഭനയുടെ ഹസ്ബൻഡ് ഒന്നും അറിയാതെ നാഗവല്ലി എന്നുള്ളൊരു ക്യാരക്ടറും കൂടെ ആയിട്ട് മാറുന്നു. എന്നിട്ട് മലയാളം മാത്രം അറിയാവുന്ന ശോഭന ഈ നാഗവല്ലി എന്നുള്ളൊരു ക്യാരക്ടർ ആകുമ്പം തമിഴ് സംസാരിക്കുന്നു, ഡാൻസ് ചെയ്യുന്നു, അങ്ങനെ. അപ്പോൾ ആ ഒരു സിനിമയിൽ തന്നെ, ആ സിനിമയിലെ സൈക്കാട്രിസ്റ്റ് ആയിട്ടുള്ള മോഹൻലാൽ ഇതിൻ്റെ ഡയഗ്നോസിസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി, ദ്വന്ദ്വ വ്യക്തിത്വം അല്ലെങ്കിൽ അപര വ്യക്തിത്വം, അങ്ങനെയാണ് ഇതിൻ്റെ ഡയഗ്നോസിസ് സിനിമയിൽ നമ്മൾ ശോഭനയ്ക്ക് ഉള്ളതായിട്ട് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഉള്ളൊരു ഡയഗ്നോസിസ് ആണോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് തന്നെയാണ് ഉത്തരം. നമ്മുടെ സൈക്കാട്രിക് ഡിസോർഡേഴ്സ് നമ്മൾ പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസസ് അല്ലെങ്കിൽ ICD എന്ന ഒരു ഗൈഡ് ലൈൻസ് വെച്ചിട്ടാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. അതിൻ്റെ അത് ഉള്ള ഒരു ഡയഗ്നോസിസ് തന്നെയാണ് സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ ഒരു പുതിയ ടെർമിനോളജിയിൽ ഡിസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു അസുഖമായിട്ടാണ് കാണുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയാമല്ലോ, സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നാടകീയമായിട്ടുള്ളതും ഡ്രമാറ്റിക് ആയിട്ടുള്ള ഒരു ഡെപ്പിക്ഷൻ ആയിരിക്കും മിക്ക കാര്യങ്ങൾക്കും. നമുക്ക് ഇപ്പോൾ രജനീകാന്ത് സിനിമയിൽ ആളുകൾ ഇടിക്കുന്ന പോലെ റിയൽ ലൈഫിലുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഉള്ളൂ ഈ മണിച്ചിത്രത്താഴിലെ ഈ കഥാപാത്രം യഥാർത്ഥമാണോ, ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള ഉത്തരം ഇല്ല എന്ന് തന്നെയാണ്. സിനിമയിൽ കാണിക്കുന്നത് അതിൻ്റെ വളരെ ഒരു എക്സാഗ്രേറ്റഡ് ആയിട്ടുള്ളൊരു ഫോമാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഇത്രയും ഭീകരമായിട്ടോ ഇങ്ങനെയോ ഒന്നും ഉണ്ടാവില്ല. ശരിക്കും പറയുന്നത് ഈ ഡ്യുവൽസ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്നത് മിക്ക മോഡേൺ ടെക്സ്റ്റ് ബുക്സും അതിനെ കാണുന്നത് എ സിൻഡ്രോം ഓഫ് ഡൗട്ട്ഫുൾ എക്സിസ്റ്റൻസ്, ഉണ്ട് എന്ന് തന്നെ അത്രയ്ക്ക് ഉറപ്പില്ലാത്ത ഒരു ഡയഗ്നോസിസ് എന്നാണ്. എന്നാൽ മറ്റ് ചില ഓതേഴ്സ് ചില ബുക്കിലൊക്കെ പറയുന്നത് ചൈൽഡ്ഹുഡ് ട്രോമാസ് അല്ലെങ്കിൽ വളരെ സിവിയർ ആയിട്ടുള്ള ഇമോഷണൽ സ്ട്രെസ്സ്, ജീവിതത്തിലുണ്ടാകുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ആളുകൾക്ക് ഒരു കൺവേർഷൻ ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിസോസിയേറ്റീവ് ഡിസോർഡറായിട്ട് ഇത് കണ്ടുവരാറുണ്ട് എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മുടെ ശോഭനേനെ പോലെ ഗംഗയും നാഗവല്ലിയൊക്കെ ആയിട്ട് വളരെ വ്യത്യാസമുള്ള രീതിയിൽ ഇത്രയും ഡ്രമാറ്റിക്കായിട്ട് ഉള്ള ഒരു പ്രസൻറ്റേഷൻ റിയൽ ലൈഫിൽ നമ്മുടെ സൈക്കാട്രിക് പ്രാക്ടീസിൽ യഥാർത്ഥത്തിൽ ഉണ്ടാകുന്ന ഒന്നല്ല. അത് സിനിമയിൽ മാത്രം നിൽക്കുന്ന ഒന്നാണ്. അപ്പം ഒറ്റ വാക്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഈ നമ്മൾ സിനിമയിൽ കാണുന്ന നാഗവല്ലി യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. എന്നാൽ ലഘുവായിട്ടുള്ള രീതിയിൽ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റിയൊക്കെ ചില ബുക്കുകളിലെങ്കിലും പറയപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ, നമ്മൾ ഡേ ടു ഡേ ക്ലിനിക്കൽ പ്രാക്ടീസിലേക്ക് വരുമ്പോൾ ഇത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയാണ്. മിക്ക പ്രാക്ടീസിങ് സൈക്കാട്രിസ്റ്റുകളും അവരുടെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനൊരു കണ്ടീഷൻ റിയൽ ലൈഫിൽ നേരിട്ടുണ്ടാവില്ല. ഞാനും അങ്ങനെ തന്നെ. ഇതുവരെയുള്ള എൻ്റെ പ്രാക്ടീസിൽ നേരിട്ട് ഒരിക്കലും ഒരു മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡറോ അല്ലെങ്കിൽ ഡ്യുവൽ പേഴ്സണാലിറ്റി ഡിസോർഡറോ ഉള്ളയാളെ ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടില്ല. ഞാൻ മാത്രമല്ല, ഞാൻ അറിയുന്ന ഒരു പ്രാക്ടീസിങ് സൈക്കാട്രിസ്റ്റുകളും അങ്ങനെ കണ്ടിട്ടില്ല.